എല്ലാവർക്കും നമസ്കാരം. CC ജനറൽ PSC ചാനലിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ്. നമ്മളോട് എല്ലാ ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, ഈ വരുന്ന കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷ എന്നായിരിക്കും നടക്കുന്നത്? ഇതാണ് ചോദ്യം. എന്നത്തേക്കുണ്ടാകും? എങ്ങനെയാണ് പഠിക്കേണ്ടത്? എങ്ങനെ പഠിക്കണം? ഏത് രീതിയിലാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തു പോയതാണ്. പക്ഷെ എല്ലാവർക്കും ഉള്ള സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ എന്നായിരിക്കും. കാരണം നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമ്മൾ നേരത്തെ ഇതൊക്കെ ഈ കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷ എന്ന് വരും എന്ന് 4 മാസത്തിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തതാണ്. എന്നുണ്ടാകും എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ വന്നു. നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് 4 മാസത്തിന് മുമ്പ് ഞാൻ പറഞ്ഞതാ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് പോലും അറിയത്തില്ല. നിങ്ങൾ വീഡിയോ താഴോട്ട് നോക്കിയാൽ മതി. അപ്പൊ 4 മാസം മുമ്പേ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതാണ്, ഇന്ന സമയത്ത് കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷ വരും, നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും നിങ്ങൾ ഒരുപാട് മുമ്പിലേക്ക് സഞ്ചരിച്ചു പോകേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളതാണ്. പക്ഷേ പൊതുവായിട്ട് അത്തരം വാക്കുകൾ ഒരു 10 പേര് കേട്ട് കഴിഞ്ഞാൽ 2 പേര് മാത്രമേ ചെവി കൊള്ളത്തുള്ളൂ, ബാക്കി 8 പേരും തള്ളിക്കളയും. അത് സ്വാഭാവികമാണ്. നമ്മുടെ എല്ലാവരുടെയും മനുഷ്യന്റെ പ്രത്യേകത അങ്ങനെയാണ്. അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു പരീക്ഷാ ഹാളിലേക്ക് ഒരു 100 പേര് പോകുമ്പോൾ അതിലെ ഒരു 10 പേര് സ്വാഭാവികമായിട്ടും ഇതിന്റെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് 5 മാസം മുമ്പേ പഠനം തുടങ്ങിയ ആൾക്കാരുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അവര് സൈലന്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്, ആരോടും ഒന്നും പറയത്തൊന്നുമില്ല. പിന്നെ ഉള്ള ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠനം തുടങ്ങുന്നവരുണ്ട്. ചില ആൾക്കാർ എക്സാം ഡേറ്റ് ഒഫീഷ്യലായിട്ട് വന്നതിന് ശേഷം പഠനം തുടങ്ങുന്നവരുണ്ട്. ചില ആൾക്കാർ ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷം പഠനം തുടങ്ങുന്നവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സർവേ, അതായത് ഓതന്റിക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു സർവേ ആണ്. കുറച്ച് ആൾക്കാർ ചേർന്നിരുന്ന് നമ്മളിങ്ങനെ ഒരു വ്യക്തതയോടുകൂടി ഒരു കാര്യം പറയുകയാണ്. അതായത് നമ്മളൊരു 100 പേരെ പരീക്ഷാ ഹാളിലേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് അതിലെ 85 പേരും വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ പോകുന്നവരായിരിക്കും. 85 പേര്. ബാക്കിയുള്ള 15 പേരിലെ 10 പേര് എന്ന് പറയുന്നത് പഠിച്ച് അങ്ങനെ അങ്ങോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. ഒരു വലിയ കൃത്യത സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നവരൊന്നും ആയിരിക്കത്തില്ല. ബാക്കിയുള്ള 5 പേരായിരിക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് വെൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നത്. അവർ സ്വാഭാവികമായിട്ട് നേരത്തെ പഠനം തുടങ്ങിയിട്ടുണ്ടാകും. അവർ നേരത്തെ പഠനം തുടങ്ങി റിവിഷനൊക്കെ നടത്തി മോക്ക് എക്സാമുകളൊക്കെ എഴുതിയതിനു ശേഷമായിരിക്കും എക്സാം ഹാളിൽ പോകുന്നത്. അപ്പൊ നമ്മുടെ കൂടെ പരീക്ഷ എഴുതുന്ന ആൾക്കാരെ എല്ലാം ഈ ഒരു രീതിയിലാണ് പോകുന്നത്. പല 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 തരത്തിലുള്ള ആൾക്കാരാണ് പരീക്ഷകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നവരുടെ ഒരു പ്രത്യേകത പറയുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മുമ്പിലെ കമ്പനി ബോർഡ് LGS പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ ഈ പോസ്റ്റ് ഇത്രയും ഗ്ലാമറസ് ആകാനും ഇത്രയും പോപ്പുലർ ആകാനുള്ള പ്രധാന കാരണം എന്തുവാ? ഉറപ്പായിട്ടും ഒരു 3000-ഓളം അഡ്വൈസുകൾ അടുത്ത റാങ്ക് ലിസ്റ്റിലും ഉണ്ടാകും എന്ന് നമുക്കറിയാവുന്നത് കൊണ്ടാണ് ആ ഒരു പരീക്ഷ അത്രയും പോപ്പുലർ ആകുന്നത്. മാത്രമല്ല, ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇതിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ് പാസ്സായാൽ മതി. 7ാം ക്ലാസ് പാസ്സായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന, 36 വയസ്സ് വരെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന കേരള PS നടത്തുന്ന വലിയൊരു മത്സര പരീക്ഷയാണ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS പരീക്ഷ. അത് 2025 നിങ്ങൾ ഓരോരുത്തരും അപ്ലൈ ചെയ്തുകൊണ്ട് ഇരിക്കുന്നവരാണ്. പഠനം തുടങ്ങിയവരും ഉണ്ട്, തുടങ്ങാത്തവരും ഉണ്ട്. കുഴപ്പമില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. എക്സാം ഡേറ്റ് എന്നാണെന്ന് ചോദിച്ചാല് നിങ്ങളൊരു മെയ് 1-ാം തീയതി ടാർഗറ്റ് വെക്കുക. കൃത്യതയോടുകൂടി പറയാൻ പറ്റത്തില്ല, കാരണം മെയ് മാസത്തിലെ ഇലക്ഷൻ ആണ്. അപ്പൊ അതിന് മുമ്പേ നടക്കാം സ്വാഭാവികമായിട്ടും. മേ ബി ഒരു സാധ്യതയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരു ഡെഡ് ലൈൻ വെക്കുമ്പോൾ ഒരു മെയ് മാസത്തിന്റെ തുടക്കം അങ്ങ് ഡെഡ് ലൈൻ വെച്ചുകൊണ്ട് പഠിക്കുക നന്നായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ജനുവരി മൊത്തം കിട്ടും, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഒരു 4 മാസത്തെ സമയമാണ് പഠിക്കാൻ കിട്ടുന്നത് എന്ന് കരുതിക്കൊണ്ട് വൃത്തിയായിട്ട് പഠിക്കുക. അപ്പൊ അതിനുശേഷമാണ് പരീക്ഷ വരുന്നതെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. അപ്പോൾ 4 മാസത്തെ പ്രിപ്പറേഷനോട് കൂടിയാണ് നിങ്ങൾ
ഈ പറയുന്ന കമ്പനി ബോർഡ് എൽജിഎസ് പരീക്ഷയ്ക്ക് വേണ്ടി എക്സാം ഹാളിലേക്ക് കടക്കേണ്ടത്. ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ ഇത്തവണ കമ്പനി ബോർഡ് എൽജിഎസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എക്സാം ഹാളിലേക്ക് കടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു യാത്രയിലെ ഒരു പാളിച്ച പോലും തുടക്കത്തിൽ വരാൻ പാടില്ല മക്കളെ. കാരണം ഇനി ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ 3 വർഷം കഴിയണം. സോ ഇത്തരത്തിൽ വലിയൊരു സാധ്യത നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ പല പല എക്സ്ക്യൂസുകൾ പറഞ്ഞ് നമ്മളുടേതായ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇത്രയും വലിയൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ കരിയറിൽ തന്നെ ഒരു ബാഡ് മാർക്കായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി, വലിയ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി ഇത്തരം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കണം. തുടക്കം മുതൽ തന്നെ യാതൊരുവിധ വീഴ്ചകളും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് മൂവ് ചെയ്ത് പോകേണ്ടത് നിങ്ങളുടെ ഭാവിക്ക് ഏറ്റവും നല്ലതാണ്. അതുതന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്. അപ്പൊ എക്സാം ഡേറ്റിന്റെ കാര്യത്തില് ഇനി ഒരു ചോദ്യം ഇങ്ങോട്ട് പാടില്ല. നിങ്ങൾ ഒരു 4 മാസത്തെ ടാർഗറ്റ് വെച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 3712 പേരുടെ റാങ്ക് ലിസ്റ്റ് ആണ് കഴിഞ്ഞ തവണ കമ്പനി ബോർഡ് കോർപ്പറേഷൻ എൽജിഎസ് പരീക്ഷയ്ക്ക് ഇട്ടത്. ആ 3712 പേരുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചാല് 2522 പേർക്ക് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു നിമിഷത്തിലെ 2522 പേർക്ക് അഡ്വൈസ് പോയി. അതായത് 70% സത്യം പറഞ്ഞു കഴിഞ്ഞാല് അഡ്വൈസ് പോയിരിക്കുകയാണ്. ഇത്തരത്തിലെ വലിയൊരു അഡ്വൈസ്, ഇത്രയും അഡ്വൈസുകൾ പോകുന്ന ഒരു മത്സര പരീക്ഷ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് വളരെ ചുരുക്കമാണ്. അപ്പൊ അതുകൊണ്ട് വൃത്തിയായിട്ട് ഭംഗിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത്തവണത്തെ കമ്പനി ബോർഡ് എൽജിഎസ് പരീക്ഷ നിങ്ങളുടെ കയ്യിലിരിക്കും. അതിനുവേണ്ടി എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് നിങ്ങൾ മൂവ് ചെയ്യേണ്ടത് എന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വെബിനാറുകളും ഒരുപാട് ക്ലാസ്സുകളും ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ ഇനി ഒരു വ്യക്തതക്കുറവ് അതിനകത്തില്ല. പരീക്ഷ എന്തായാലും മെയ് മാസത്തിന്റെ തുടക്കത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം. ഇനി 2 പരീക്ഷ ഉണ്ടാകുമോ അതോ ഒരു പരീക്ഷ ഉണ്ടാകത്തുള്ളോ എന്നുള്ള കാര്യത്തില് ഇതുവരെയും വ്യക്തത വരാത്തത് കൊണ്ട് നിങ്ങൾ അത്തരം കാര്യത്തില് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാല് നമ്മളുടെ പഠനത്തില് അത് ദോഷം ചെയ്യും. എടാ എന്ത് തന്നെ ആയിക്കോട്ടെ, 2 പരീക്ഷ ആയിക്കോട്ടെ, കുഴപ്പമില്ല, സിലബസ് സെയിം അല്ലേ. മാത്സിനകത്ത് 20 മാർക്കും ജി കെക്കകത്ത് 80 മാർക്കുമുള്ള എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സിലബസ് ആണ് നമുക്ക് കമ്പനി ബോർഡ് എൽജിഎസ് പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കിന് 2 ഘട്ടങ്ങളിലായിട്ട് പരീക്ഷ നടന്നാലും കുഴപ്പമില്ല. ഒരു പ്രിലിംസിന്റെ പരീക്ഷയും ഒരു മെയിൻസിന്റെ പരീക്ഷയുമായിട്ട് 2 ഘട്ടങ്ങളിലായിട്ട് പരീക്ഷ നടന്നാലും സിലബസ് സെയിം ആയതുകൊണ്ട് പിന്നീട് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ പോരെ. എന്തായാലും 2 മാസം കിട്ടുമല്ലോ. പ്രിലിംസ് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു 2 മാസം നമുക്ക് പഠനത്തിന് വേണ്ടിയിട്ട് എന്തായാലും മെയിൻസ് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് കിട്ടും. അപ്പോഴും നമുക്ക് ഒന്നുകൂടി റിവിഷൻ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാവുന്നുള്ളൂ. പക്ഷേ സിലബസിൽ മാറ്റം വരുന്നില്ല. ഒരുപാട് പേർക്ക് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും പറയുന്നത് ഇംഗ്ലീഷ് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മലയാളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതൊക്കെ നിങ്ങൾക്ക് അത്തരം ചോയ്സസ്, അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർത്തും കമ്പനി ബോർഡ് എൽജിഎസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. കാരണം അവിടെ ഇംഗ്ലീഷ് ഇല്ല, മലയാളം ഇല്ല. നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് മാത്സ് മാത്രമാണ്. മാത്സിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സിമ്പിൾ മാത്സ് മാത്രമേ ഉള്ളൂ. ഒരു 10ാം ക്ലാസ് നിലവാരത്തിനകത്ത് സാധാരണ പരീക്ഷകൾക്ക് ചോദിക്കുന്ന വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്സിന്റെ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. 2ഓ 3ഓ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ 1 അവറിന്റെ തന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തതാണ്. ഏത് നിലവാരത്തിലാണ് പഠിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. മക്കളെ 3712 പേരുടെ വലിയൊരു റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ പോലും അതിലെ ഇനിയും ദാണ്ട നിൽക്കുന്നു 13 മാസത്തെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നിലവിൽ നിൽക്കുമ്പോൾ പോലും 70% നിയമനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ഈ പോസ്റ്റിനെ സമീപിച്ച് നോക്കുമ്പോൾ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റ് ആണെന്നുള്ള കാര്യത്തില് ഒരു തർക്കവും വേണ്ട. അത് 100% ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയും 13 മാസം ഉണ്ട് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടത് 12/1/2027 സോ 2027 റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ ഇനിയും നമ്മുടെ മുമ്പിൽ ഏകദേശം ഒരു 13 മാസത്തെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. അപ്പൊ ഈ 13 മാസം കൊണ്ട് എങ്ങനെ പോയാലും പുതിയൊരു സർക്കാരൊക്കെ വരുന്ന ഒരു സമയമുണ്ട്. അപ്പൊ പഴയ സർക്കാർ ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി അഡ്വൈസ് ഒക്കെ പോകും. അപ്പൊ എങ്ങനെ പോയാലും ഒരു 80-85% ഒക്കെ അഡ്വൈസ് പോകാൻ ചാൻസ് ഉണ്ടെന്ന് അർത്ഥം. ഇവിടെ ഇതാണ് നോക്കിക്കേ, ഓപ്പൺ കാറ്റഗറിയിലെ
റിസർവേഷൻ ഇല്ലാത്ത ഒരു ഉദ്യോഗാർത്ഥി, അവന്റെ റാങ്ക് 2000 ആണെന്ന് കരുതുക, അവനും അഡ്വൈസ് പോയി. 2072 നിൽക്കുന്ന ആൺകുട്ടിക്ക് അഡ്വൈസ് പോയി. കാരണം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേകം, കാരണം ചില പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട്, കമ്പനികളും കോർപ്പറേഷനുകളിലും മാറ്റമുണ്ട്, സാലറിയിൽ മാറ്റമുണ്ട്. ബിവറേജസ് കോർപ്പറേഷനിലാണ് നമുക്ക് നിയമനം കിട്ടുന്നതെങ്കിൽ ഔട്ട്ലെറ്റ് ആണെങ്കിൽ സാലറി കൂടുതൽ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. 2040 നിൽക്കുന്ന പെൺകുട്ടിക്കും അഡ്വൈസ് പോയി കഴിഞ്ഞു. EWS കാറ്റഗറിയിലെ 2000 മേലെ ആ ഒരു റാങ്കിൽ വന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ നിയമനം പോയിട്ടുണ്ട്. ഈഴവേലും അത് തന്നെയാണ് അവസ്ഥ. SC/ST കാറ്റഗറിയിലെ സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് വരെ പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. SC/ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, അല്ലെങ്കിൽ ലാറ്റിൻ കത്തോലിക്ക് അങ്ങനെയൊക്കെയുള്ള ഉദ്യോഗാർത്ഥികൾ, അല്ലെ SIUC നാടാർ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഹിന്ദു നാടാറ് അതൊക്കെ സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് പോയിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ നിന്നും ആളെ എല്ലാവരും എടുത്തിട്ട് സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് വരെ പോയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഭരണഘടന നൽകുന്ന ഏറ്റവും വലിയൊരു അവകാശം, ന്യൂനപക്ഷ സമുദായമായതിന്റെ അവകാശം നിങ്ങൾക്ക് റിസർവേഷൻ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത്തരം ചോയ്സസ് ഒക്കെ നിങ്ങൾ അതൊക്കെ നേടിയെടുത്തുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും റാങ്ക് ഒരല്പം മോശമാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിയമനം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത്രയും അഡ്വൈസുകൾ അല്ലെങ്കിൽ ഇത്രയും നിയമനങ്ങൾ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ നിങ്ങളുടെ മുമ്പിൽ ഇനി വരണമെങ്കിൽ 3 വർഷം കഴിയണം. നമ്മുടെ കരിയറിലെ 3 വർഷം ഇനി മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന പരിപാടിയല്ല. ഇപ്പൊ തന്നെ ആൾക്കാർ ചോദിക്കാറായി, അല്ലെ ജോലിയൊന്നും ആയില്ലയോ, എത്ര നാളായിട്ട് PSC പഠിക്കുന്നു, അത് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ എപ്പോഴും പറയും, ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയാനേ ഞാൻ എപ്പോഴും പറയത്തുള്ളൂ. എന്നിരുന്നാലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും പെട്ടെന്ന് ജോലി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. വലിയ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ അത് വിട്ടുപോകാൻ പാടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സോ കമ്പനി ബോർഡ്, കോർപ്പറേഷൻ, LGS പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് പുതിയ പുതിയ ബാച്ചുകൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത്തരം ബാച്ചുകളിലേക്ക് തുടക്കത്തിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് തുടക്കം മുതലേ നിങ്ങളുടെ കൂടെ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ ആദ്യ ലാപ്പിലേക്ക് നിങ്ങൾക്ക് എത്തുവാനുള്ള വലിയൊരു സാധ്യത കൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം കൂടി സ്നേഹത്തിന്റെ ഭാഷ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് അഡ്വൈസുകൾ പോകുന്നുണ്ട്. കണ്ട 3700 പേരിൽ ഒരിക്കൽ കൂടി പറയുന്നു, ഏകദേശം 70% അടുത്ത് നിയമനമായിട്ടുണ്ട്. ഇനിയും കിടക്കുന്നു 13 മാസം, അതായത് 1 വർഷം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട്. സോ ഈ കിട്ടിയ വലിയൊരു അവസരം നിങ്ങളുടെ കരിയറിൽ, നിങ്ങൾ PSC പഠിക്കാൻ ഇറങ്ങിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വലിയൊരു അവസരം, നിങ്ങളുടെ ഏജ് ഓവർ ആയി പോകുന്നതിന് മുമ്പേ എത്രയും പെട്ടെന്ന് സർക്കാർ സർവീസിലേക്ക് കയറാനുള്ള വലിയൊരു ഗ്രാൻഡ് എൻട്രി ആണ് നിങ്ങൾക്ക് ഈ കിട്ടുന്ന ഈ ഒരു വലിയൊരു അവസരം. സോ ഈ ഒരു സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാണ്. അത് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. സോ അതുകൊണ്ട് നിങ്ങളെ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ട്, തുടക്കം മുതൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പുതിയ കമ്പനി ബോർഡ്, കോർപ്പറേഷൻ, LGS പരീക്ഷകളുടെ ബാച്ചുകൾ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. സോ അത്തരം ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ നിങ്ങൾക്ക് ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് തുടക്കം മുതൽ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. വലിയ സാധ്യതകളാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ വിജയം നേടിയെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. അവിടെ പഠിച്ച് ഇവിടെ പഠിച്ച് റാങ്ക് ഫയൽ തുറന്നു വെച്ച് കുറച്ച് പഠിച്ച് അങ്ങനെ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളുടെ കൂടെ ഒരു മെന്റർ സപ്പോർട്ടോട് കൂടി ഈ മോക്ക് എക്സാമുകളൊക്കെ എഴുതി വൃത്തിയായിട്ട് മുമ്പോട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കമ്പനി ബോർഡ് LGS പരീക്ഷ നിങ്ങളുടെ കയ്യിലിരിക്കും എന്നുള്ള കാര്യത്തില് ഒരു തർക്കവും ഇല്ല. അപ്പൊ നമുക്ക് ഒരുമിച്ച് പഠിച്ചുകൊണ്ട് ഈ കമ്പനി ബോർഡ് LGS പരീക്ഷ നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. ഇനിയും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് സമയമുണ്ടെന്ന് ചിന്തിക്കരുത്. ഓരോ അവസരങ്ങളും ഇങ്ങനെ മാറി മാറി പൊക്കോണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് ഇങ്ങനെ മാറി മാറി നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ ദോഷം ചെയ്യും. അപ്പൊ നിങ്ങൾ ഇത്തവണ രണ്ടും തുനിഞ്ഞിറങ്ങി അങ്ങ് ഇറങ്ങുക. എന്തായാലും ഇത്തവണത്തെ കമ്പനി ബോർഡ് LGS പരീക്ഷ നമുക്ക് ഉറപ്പായിട്ട് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അപ്പൊ ഒരുമിച്ച് പഠിച്ചുകൊണ്ട് ഈ ഒരു വലിയ ദൗത്യത്തിന് നമുക്ക് ഒരുമിച്ച് നേരിടാം. അപ്പൊ നമുക്ക് ലൈവ് ക്ലാസ്സുകളിലെ കൂടുതൽ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും കമന്റ് ബോക്സിലേക്ക് ടൈപ്പ് ചെയ്ത് വെക്കുക. അപ്പൊ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.